നമസ്കാരം. ടി.പി. ചന്ദ്രശേഖർ വധക്കേസ് പ്രതികൾക്ക് യഥേഷ്ടം പരോൾ ലഭിക്കുന്നത് തുടരുന്നു. മുഹമ്മദ് ഷാഫി, ഷിനോജ് എന്നിവർക്കാണ് ഇക്കുറി പരോൾ ലഭിച്ചിരിക്കുന്നത്. 15 ദിവസത്തെ പരോളിലാണ് രണ്ട് പ്രതികളും പുറത്തിറങ്ങിയത്. വർഷാവസാനത്തിലുള്ള സ്വാഭാവിക പരോൾ എന്നാണ് ജയിൽ അധികൃതരുടെ വിശദീകരണം. ടി.പി. വധക്കേസിലെ 5-ാം പ്രതിയാണ് ഷാഫി. ചൊക്ലിപ്പറമ്പത്ത് വീട്ടിൽ കെ മുഹമ്മദ് ഷാഫിക്ക് കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ടെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. കേസിലെ 4-ാം പ്രതി ടി.കെ. രജീഷിന് കഴിഞ്ഞ ദിവസം 20 ദിവസത്തെ പരോൾ ലഭിച്ചിരുന്നു. കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചതിന് ജയിൽ DIG കൈക്കൂലി വാങ്ങിയെന്ന് വിജിലൻസ് കണ്ടെത്തിയ സംഭവത്തിന് പിന്നാലെയാണ് പുതിയൊരാൾക്ക് കൂടി പരോൾ ലഭിക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന രജീഷിന് 3 മാസത്തിനിടെ കിട്ടുന്ന രണ്ടാമത്തെ പരോളാണിത്. ടി.പി. കേസ് പ്രതി കൊടിസുനി ഉൾപ്പെടെയുള്ളവർക്ക് പരോൾ അനുവദിക്കാൻ കൈക്കൂലി വാങ്ങിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ജയിൽ DIG AK വിനോദ് കുമാറിനെതിരെ വിജിലൻസ് കേസെടുത്തിരുന്നു. ഈ പശ്ചാത്തലത്തിൽ രജീഷിന്റെ പരോളിൽ വ്യാപക പ്രതിഷേധവും ഉയരുന്നുണ്ട്. 30 മാസത്തെ പരോൾ കഴിഞ്ഞ് സെപ്റ്റംബറിൽ ജയിലിലെത്തിയ രജീഷ് 1.5 മാസമായി ആയുർവേദ ചികിത്സയിലുമായിരുന്നു. അത് കഴിയുമ്പോഴേക്കും പുതിയ പരോളും ലഭിച്ചു. കൊടിസുനിക്ക് 7 മാസത്തിനിടെ 60 ദിവസമാണ് പരോൾ ലഭിച്ചത്. അതിനിടെ ടി.പി. വധക്കേസ് പ്രതി കൊടിസുനി ഉൾപ്പെടെയുള്ളവർക്ക് പണം വാങ്ങി ജയിലിൽ സൗകര്യങ്ങൾ ഒരുക്കിയെന്നും പരോൾ അനുവദിക്കാൻ പലരിൽ നിന്നും പണം വാങ്ങിയെന്നും കണ്ടെത്തിയതിനെ തുടർന്ന് ജയിൽ DIGയുടെ പേരിൽ വിജിലൻസ് കേസെടുത്തെങ്കിലും തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. വലിയ പ്രതിഷേധം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്.